ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കണിമംഗലത്തിന്റെ പ്രതാപവും കാണിച്ച് ഇവിടെ വന്ന് ബഹളം വെച്ചാലുണ്ടല്ലോ. ബഹളം വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? രാധികയോട് കണ്ണുരുട്ടാനും ബഹളം വെക്കാനൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരും. അത് വെച്ച് എന്നോട് അനുസരിപ്പിക്കാൻ നിൽക്കരുത്. ഞാൻ രാധികയെ കണ്ടിട്ടേ പോവും. പറഞ്ഞ മനസ്സിലാവണ്ടേ? പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ ആ അധ്യായം അവിടെ അടയ്ക്കണം. അമ്മേ, നേരെ വെളുക്കുന്നതേ ഉള്ളൂ. അതിനു മുൻപ് ഓ, എല്ലാവരും കൂടെ പറഞ്ഞു എന്റെ ശബ്ദം കേൾക്കരുതെന്നായി. ആ, അതൊരു വിധിയാ. ആരോ ഒരാൾ തെറ്റ് ചെയ്യുക, കുടുംബത്തിലെ ബാക്കിയുള്ളവര് പഴി കേൾക്കുക. അമ്മ എങ്ങോട്ടാ? കുറച്ച് തുളസിയില എടുക്കണം. അതിനും വിരോധം ഉണ്ടോ? നല്ല ക്ഷീണം തോന്നുന്നുണ്ടാവും. ഒന്ന് മയങ്ങിക്കോളൂ ദേവേട്ട. പോകാനുള്ള സമയം ആവുന്നതല്ലേ ഉള്ളൂ. കണ്ണടയ്ക്കുമ്പോ അവള് മുന്നിൽ നിന്ന് കൈകൂപ്പി കരയാണ് യശോദ. പിന്നെ എങ്ങനെ പറ്റും? സങ്കടം കുറച്ചെങ്കിലും ഒഴിവാകാൻ. അതല്ലാതെ വേറെ മാർഗമില്ല. ഏതവരാ ഇത്? എന്താ? രാധിക എവിടെ? എനിക്ക് രാധിക കാണണം. അവളിവിടെ ഇല്ല. എങ്ങോട്ടാ ഇറങ്ങിപ്പോയി? കള്ളം. കള്ളമാ നിങ്ങളീ പറയുന്നേ. രാധികയുടെ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടോ? നോക്ക്, നേരം വെളുത്തിട്ടില്ല. അകത്ത് ദേവൻ സുഖമില്ലാതെ കിടക്കുക. കണിമംഗലത്തിന്റെ പ്രതാപവും കാണിച്ച് ഇവിടെ വന്ന് ബഹളം വെച്ചാലുണ്ടല്ലോ. ബഹളം വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? രാധികയോട് കണ്ണുരുട്ടാനും ബഹളം വെക്കാനൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരും. അത് വെച്ച് എന്നോട് അനുസരിപ്പിക്കാൻ നിൽക്കരുത്. ഞാൻ രാധികയെ കണ്ടിട്ടേ പോവും. മോനെ, രാധിക ഇവിടെ ഇല്ല. മുത്തശ്ശി പറഞ്ഞത് സത്യം. അമ്മേ, വലിയ വലിയ രഹസ്യങ്ങൾ മനസ്സിൽ ഒളിപ്പിക്കുന്നതിൽ പരസ്പരം മത്സരിച്ചവരാ നിങ്ങൾ രണ്ടുപേരും. അയാളെ എന്റെ കൺമുമ്പിൽ നിന്ന് മാറ്റി നിർത്തിയാ ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം ഇല്ലാതാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? ഉണ്ടോന്ന്? ഒന്ന് പതുക്കെ മോനെ. വീണു പോയ ഒരു മനുഷ്യനകത്തുണ്ട്. ഉറക്കോ, ഉണർത്തരുത്. ആ, എങ്കില് രാധയെ വിളിക്ക്. അമ്മേ, രാധയെ കാണാതെ ഞാൻ തിരിച്ചു പോവില്ല. അവൾ ഇവിടുന്ന് പോയിന്ന് പറഞ്ഞത് സത്യ. അവളിപ്പോ ഫിദ മേഡത്തിന്റെ കൂടെയാണുള്ളത്. ഫിദ മേഡത്തിന്റെ കൂടെയാ? അതെ മോനെ. അവക്ക് യാതൊരു കുഴപ്പമില്ല. എന്നെ വിളിച്ചായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. അവളെ തേടി മോനിനി ഇങ്ങോട്ട് വരരുത്. ഫിദ മേഡത്തിനൊപ്പം ഉണ്ടെങ്കിൽ അയാളെ ഞാൻ തേടി കണ്ടുപിടിച്ചിരിക്കും. പക്ഷേ അമ്മ പറഞ്ഞ ഈ വാക്കുകൾ കൂടി കള്ളമാണെങ്കിൽ ഞാൻ തിരിച്ചു വരും. അങ്ങനെ എനിക്ക് വരേണ്ടി വന്നു കഴിഞ്ഞാല് എന്നെ ഈ രീതിയിലായിരിക്കില്ല അമ്മ പിന്നെ കാണാൻ പോവാ. മുത്തശ്ശിയോടും കൂടാ ഞാൻ ഈ പറയുന്നത്.
വരുൺ ഏ മോനെ വരുണേ എന്താ അശോകെ മോൻ എന്താ ഈ നേരത്ത് വന്നത്? എന്തിനാ അവൻ ദേഷ്യപ്പെട്ടത്? അതെല്ലാ പ്രശ്നങ്ങളും വരുണിന് അറിയാമല്ലോ. നീ വിഷമിക്കുന്നു എന്നറിഞ്ഞിട്ട് വിവരം ചോദിക്കാൻ വന്നതാ. എന്റെ വിഷമം അന്വേഷിക്കാനാണ് ഒരാൾ വന്നതെങ്കിൽ എന്നെ കാണാതെ തിരിച്ചു പോവോ? യശോദേ, വരുൺ രാധികയെ കുറിച്ചല്ലേ അന്വേഷിച്ചത്? രാധികയെ തേടി വന്നതല്ലേ? അതിന്റെ കാരണം എന്താ? വരുൺ രാധികയെ ചോദിച്ചു. അത് പിന്നെ വരുൺ നമ്മുടെ കുടുംബത്തിലെ കുട്ടിയല്ലേ, അവൻ ചോദിക്കില്ലേ? ആ ചോദ്യത്തിന്റെ അർത്ഥം ആഴോ അതല്ല. ഈ വരവിന്റെ പിന്നിൽ എന്തോ ഒന്നുണ്ട്. എന്റെ ദേവ, എല്ലാ കാര്യങ്ങളും നീ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്താ ചെയ്യുക? വരുൺ വന്നു, വിവരം അന്വേഷിച്ചു, മടങ്ങി. നീ അമ്പലത്തിലേക്ക് പോവാൻ നോക്ക്. പോയിട്ട് വാ ദേവേട്ട, അതോ ഞാൻ കൂടെ വരണോ? വേണ്ട. അമ്മേ, ദേവേട്ടന്റെ മനസ്സില് കാര്യമായിട്ട് തന്നെ സംശയം കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നീ നിന്റെ നാവിനെ നിയന്ത്രിച്ചാ മതി. പ്രിയങ്ക മോക്ക് നഷ്ടം ഉണ്ടാവുന്ന ഒരു കാര്യവും എന്റെ നാവിന്ന് വരില്ല. ഫിദ മേഡത്തിനെ വിളിക്കണോ അതോ നേരിട്ട് പോയി കാണണോ? മ്യൂസിക് സ്കൂൾ തുറക്കുന്ന സമയമാട്ടെ, നേരിട്ട് പോയി കാണാം. മേഡത്തിനോടെല്ലാം തുറന്നു പറയുകയും ചെയ്യും. രാധയെ കൊണ്ട് എല്ലാം സമ്മതിപ്പിക്കണം. ഇതേ വരുണിനുണ്ടേ കൊടുക്ക്. പ്രിയങ്കേ, നല്ല സ്നേഹത്തോടെ പെരുമാറണം അവനോട്, കേട്ടോ? പൊയ്ക്കോ. എടത്തി, ഇത്ര പെട്ടെന്ന് അവനെല്ലാം മറക്കാൻ പറ്റുമോ? പെട്ടെന്ന് മറന്ന അവന് നല്ലത്, അല്ലാതെ എന്തു പറയാനാ?